ഹായ്, നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേ മൈ ലൈഫ് മാത്രല്ല, പിന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്കും പോകാണ്ടിട്ട് വിരുന്നിന് അല്ലേ? ഉറക്കപ്പിച്ചാണ് സമയത്തിനാണ് എന്നിട്ടാണ് ഉറക്കപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. 9:15 ഉറക്കപ്പിച്ച് ഞാൻ അയച്ചിട്ട് പറയുന്നേരെ 9:15 അതോ എത്ര നേരം എന്നിട്ടാണ് ഈ ഉറക്കപ്പിച്ചിരിക്കണേ? എനിക്ക് എത്ര നേരമായിട്ടില്ല, ഞാൻ അയച്ചിട്ട് കുറെ നേരം. അയ്യോ കണ്ണൂർ പണില്ല. എന്താ വീഡിയോ എടുക്കാൻ റിവ്യൂ ഒക്കെ എടുത്ത് ഉറക്കട്ടെ ഇതാ വെച്ചത്. ഉറക്കഭ്രാന്ത് അത് ജോലിക്ക് പോകുമ്പോ ഉറക്ക ഇല്ലല്ലോ. ജോലിക്ക് പോയിട്ട് ഇപ്പൊ ലീവ് ഇല്ലാത്തോണ്ടാണ് ഞങ്ങള് ഇപ്പൊ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആരുടെ വീട്ടിൽ പോയിട്ടില്ല. ഇന്ന് വേണം അല്ലാണ്ട് വീട്ടിൽ പോയി. ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, വർക്ക് ഉണ്ടെങ്കിൽ പറയേ അല്ലേ? വെഡിങ് വർക്കൊക്കെ നമ്മൾ എടുക്കണത്. ഞാൻ പിന്നെ അത്ര ആക്റ്റീവായിട്ട് നിക്കണില്ല എന്നുള്ളൂ. ജോലിക്കൊക്കെ പോകണ്ട ഡെയിലി അല്ലേ? ജോലിക്ക് പോയിട്ട് 8 മണിയൊക്കെ ആവും എത്തുമ്പോൾ. ഇപ്പോഴെ പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഓരോ കാര്യങ്ങള്. വർക്ക് വരുമ്പോ പോകും, അങ്ങനെയാണ്. പക്ഷെ ആക്റ്റീവ് ആക്കി എടുക്കണം. എല്ലാരും പറയാണ്ട് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. ജോലിക്ക് പോണ പിന്നെ നമുക്ക് വീഡിയോസും കാത്തിട്ട് ഇടാൻ പറ്റാത്തത് അല്ലേട്ടാ? അല്ലേട്ടാ പിന്നെ അത് എന്റെ വായന ഓട്ടോമാറ്റിക് വരും. എല്ലാരും ക്ഷമിച്ച അല്ലേ? അതെ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് പോവാനാണ് അമ്മ പറഞ്ഞത്. വലിയമാരുടെ വീട്ടിലേക്ക് ഒക്കെ പോവാണ്ട്. ഇന്നലെ ലീവായിരുന്നു. അപ്പൊ ഇന്നലെ കുറച്ച് സ്ഥലത്തേക്ക് പോയി. ഇന്നലെ എറണാകുളത്തേക്ക് പോയി. പക്ഷെ വീഡിയോ എടുത്തില്ലല്ലോ. ഇന്നലെ വീഡിയോ എടുത്തില്ല. എന്താണ് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കട്ടെ? ഒഴിച്ചു. അവളും കേക്ക് വന്നതല്ല. എന്നിട്ട് എന്താണ് പോവാ താഴത്തേക്ക്? ഞാൻ താഴത്ത് പോയിട്ട് വന്നതാട്ടെ, കേറി വന്നതാ നേരത്തെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട്. ഇന്ന് കിച്ചണില് നിങ്ങളാണ്. അച്ഛനല്ല. എന്താണ്? ഹലോ, എങ്ങടെ പോണത്? എങ്ങനെ പോണേ? രാവിലെ ഷർദ് എന്നെ കേറുമ്പണ്ട്. അല്ലേ? എന്താണ് എന്ത് തെറ്റായിരിക്കും? ഞാൻ പറഞ്ഞു ഛർദിക്കാരനാണ്. രാവിലെ വെച്ചാൽ 1 മണിക്കൂർ ഛർദിയാണ്. പിന്നെ എന്താ ചെയ്യാ? ഉണ്ടോ അറിയില്ല. അതിനെ കൊണ്ട് ഈ കൊറേ നേരം ബ്രഷ് ഇട്ട് കുത്തല് നിർത്തിയാ മതി. അത് വായനച്ച് കൊറേ നേരം കട്ടിലിനടി ഉണ്ടാവും കിച്ചുണ്ടോ. ഞാൻ വിളിച്ചവന് വരില്ല, തിരിഞ്ഞു. വെയില് കുറവല്ലേ? എടാ വന്ന ഹീറോ. ഞാൻ പിന്നെ പല്ലേച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ ശേഷം പല്ലേച്ചു. ശേഷം പല്ലേച്ചു. വിളിച്ച ആദ്യം പോയി നിക്കണ സ്ഥലതാ കഴിച്ചു വളർത്തൊക്കെണ്ട്. എന്താ കാരണേട്ടാ? പാവണ്ടേട്ടാ. എന്താ ഇതാണ് ഛർദിക്കണേന്റെ കാരണം. എത്ര നേരം ഞാൻ ബ്രഷ് ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നത്. ശീലായി. ഏട്ടൻ വെറുതെ കൊറേ നേരം വായിൽ വെക്കും, പിന്നെ അങ്ങോട്ട് നടക്കും. ഞാനിതുള്ള നേരം ഉള്ള അരച്ചിട്ട് കഴുകി വേഗം ഇതാക്കും. ഏട്ടൻ കൊറേ നേരം വെറുതെ ഇങ്ങനെ വായിൽ സൈഡിൽ വെക്കണാണ്. പിന്നെ വേണേ ഫോൺ എടുത്തിരിക്കണാടാ. അപ്പോൾ ഇവിടെ കുക്കിങ് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടൊക്കെയാണ്. ഇന്ന് കുക്ക് ചെയ്യണത് അച്ഛനാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ കുക്കിങ് നടക്കാൻ പോകണം എന്നോട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മടിയാണ്. അതുകൊണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്.
അത് ആ എല്ലാവരും ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് കാലത്ത് ചായ കുടിക്കാനായിട്ട് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചായയൊക്കെ ഉണ്ട്. കുഞ്ഞെന്തിരുന്ന് വിളമ്പുണ്ട്. അപ്പം ഇന്ന് പോകാനുള്ള ധൃതിയായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചായ കുടിച്ച് ഇറങ്ങണം. കുറച്ച് വലപ്പാട് പോകാനുണ്ട്, അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്, അങ്കിളിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ റെഡിയാവേണ്ട. ചായക്കുടി കുടി എല്ലാം കഴിഞ്ഞതാ. ഇപ്പൊ വിരുന്നിന് പോകാൻ വലപ്പാട് പോണം, ചേട്ടന്റെ വീട്ടിൽ പോകാനുണ്ട്. വരണ വഴി കുറച്ച് റിലേറ്റീവ്സിന്റെ കാരണം അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെയാണ് ഫുഡ് കഴിച്ച് ഇവിടെ അച്ഛന്റെ സ്പെഷ്യൽ വീഡിയോ എടുക്കണം. അച്ഛനവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് വേണം പിന്നെ വൈകിട്ട് കുറച്ച് വീടും കൂടി പോവാണ്ട്. എന്താണ് ഏട്ടൻ നശിപ്പിച്ചിരുന്നാട്ടൂടെ, ഏട്ടൻ വൃത്തികേടാക്കിയല്ലേ ഏട്ടാ. ഈ ചെറുകാർ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇതുവരെ? ഇല്ല. കണ്ടിട്ട് നമ്മൾ പർച്ചേസിന് പക്ഷെ എനിക്ക് ഇഷ്ടാട്ടത്. നല്ല ഭയങ്കര കളറ് അല്ലേ പച്ചമുളക് മാറ്റി ഇറങ്ങട്ടെ. എത്ര നേരായി ഏട്ടവിടെ ഇന്ന് വെറുതിരിക്കും. ഞാൻ എത്ര നേരം ഉറക്കത്തിനോട് മാറില്ലല്ലോ. അങ്ങനെ അച്ഛൻ കുക്കിങ്ങിലാണ്. നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മ തൊട്ടടുത്തുണ്ട്. ശരി, ഞാനും അച്ഛനൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് ഓട്ടങ്ങൾ വന്നു. അവിടെ പോകാനൊക്കെ ആയിട്ട് അതേ കുഞ്ഞൻ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞനും പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങണം. അതെ ഗിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഗിച്ച് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇത് വഴി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവനൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ ചേച്ചിമാരെയും വലിയച്ഛന്മാരുടെ വീട്ടിലൊക്കെ പോണത്. അത് വന്നിട്ട് ഞങ്ങൾ വലപ്പാടെത്തി. കുഞ്ഞൻ്റെ അവിടെ ഇരുന്നിട്ട് പൂച്ചനെന്തോ കളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ 2 വീട് കഴിഞ്ഞു, ഒരു വീടും കൂടി ഉണ്ട്. അതായത് അവിടെ വെയിറ്റിംഗാ. ഫുഡ് അടിക്കാൻ വെയിറ്റിംഗാ. എനിക്ക് ആ ബിരിയാണിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് വേഗം അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഫുഡ് അടിക്കാനായിട്ട് എത്തി വീട്ടില്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നും ഫുഡൊന്നും കഴിക്കണ്ട, ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സ്പെഷ്യൽ ഡിഷായിരുന്നു ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അച്ഛൻ ഗൾഫിലുള്ള ടൈമിലൊക്കെ അവർ ഫ്രണ്ട്സെല്ലാം കൂടെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയിട്ട് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു, കോട്ടൊക്കെ ചൂടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം കാണാം. നമ്മളിന്ന് എറണാകുളത്തേക്ക് പോവാട്ടാ. അച്ഛനമ്മയൊക്കെ ഒരുങ്ങി നിന്ന് കുറേ നേരം ഞങ്ങക്ക് വീഡിയോന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നോണ്ടാണ് അമ്മ സിന്ധൂര് എന്നിട്ട് ശരിയില്ല. കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ സ്ഥിരം പ്രശ്നമാണ്. സിന്ധൂരിടല് കൂടോ കുറയോ ഇത് വൈറ്റാണ്ട് നമുക്ക് പേടിയിടുമ്പോ. എനിക്ക് സ്ഥിരം കിട്ടുന്ന പരിപാടിയാണ് ഇടുന്നത് ശരിയാവാത്തത്. ചില ദിവസം ജസ്റ്റ് ഒന്ന് ഇടിക്കും, ലുക്കിൽ കിട്ടും. ചില ദിവസം ഇതേപോലൊക്കെ ആവും. ഇപ്പൊ എന്തായാലും ഇന്നലെ കുറച്ച് ലൈറ്റായി. കുറച്ചല്ല, കുറച്ചധികം ലൈറ്റ് ആയിരിക്കും ഞാൻ. അല്ല നമ്മളിപ്പോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനുള്ള തന്നെ ലൈറ്റ് ആയതാട്ടാ. അല്ല മേക്കപ്പ് ഒക്കെ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം ഉണ്ടായിരുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ നടക്കും. ഇതാപ്പം നമ്മൾ എറണാകുളത്തേക്ക് പോണ വഴി ഫുഡ് കഴിക്കാൻ നിർത്തിയതാട്ടാ. അപ്പം ഇവിടെ എല്ലാവർക്കും മന്തി മാത്രമേ വേണ്ട. ഇപ്പം പുറത്തിറങ്ങിയാലും മന്തിയുടെ ആൾക്കാരാണ് എല്ലാവരും. അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും എവിടെ നമ്മൾ കയറിയത് അൽറീമിലല്ലേ. അപ്പോൾ അവിടുത്തെ മന്തിയായിട്ട് ഇഷ്ടം. അങ്ങനെ നേരെ നമ്മളിതാ വിശ്വേക ആയുർവേദയ്ക്ക് എത്തിയിട്ടാണ്. അപ്പോൾ പാലായിക്കാർ തന്നെയാണ് ഈ വിശ്വേക ആയുർവേദം. അപ്പോൾ ഞാൻ അവിടെ ബ്രൈഡൽ പാക്കേജിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇപ്പോൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് അവരൊരു പുതിയ പാക്കേജൊക്കെ ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കല്യാണത്തിന് മുന്നേ നമുക്ക് നല്ല ഗ്ലോ ആവാൻ, നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അവരുടേതായിട്ട് ഓയിലുകളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ എനിക്ക് വല്ല അലർജി ഉണ്ടോ അതൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഓയിലും കാര്യങ്ങളൊക്കെ നോക്കി നേരെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തലയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് തരികയാണ്. അപ്പോൾ അവർ തേച്ച് തരുമ്പോൾ അതിനൊരു പ്രത്യേകത ഒരു ഇതാണ്, നമ്മൾ തേക്കണ പോലെ അല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ആ ചേച്ചിയിലും ഭയങ്കര കമ്പനി ആയിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ആളായിട്ട് കമ്പനി ആയിട്ട്, നല്ല സർവീസാണ് അവരുടെ. അത് കഴിഞ്ഞ് എനിക്ക് നവരക്കിരിയും ബോഡി ഫുള്ള് അവർ പോളിഷൊക്കെ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അവരുടെ ഭയങ്കര സർവീസൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ കൊടുക്കാം. നേരെ ലുല്ലൂലേക്ക് പോയിട്ട്, അപ്പോൾ അവിടെയായിരുന്നു അച്ഛനും അമ്മയും കിച്ചുവിനൊക്കെ അവിടെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയത്. അപ്പോൾ അവരുടെ തപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ട് അവനെ ഫോണൊന്നും വിളിച്ചില്ല. അപ്പോൾ അവരുടെ തപ്പി നടക്കട്ട. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിമിങ് സെക്ഷനിലേക്ക് പോവുകയാണ്. ചുമ്മാ കളിക്കാനൊന്നുമല്ല, ചുമ്മാ ഞാൻ കറങ്ങി കിടക്കാണ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് കിടക്കാൻ ഞാൻ മിക്കപ്പോഴും കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ഈ സെക്ഷനിലേക്ക് കയറും. അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിസ്സയൊക്കെ കഴിച്ച്. അപ്പോൾ നമുക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിന് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. പേയ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നമുക്കത് ശരിയായിട്ട് വീഡിയോസ് ഇടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.